ലാഭവിഹിതം നിർധന കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന അൽ-അസ്ഹർ ഫുട്ബോൾ ടൂർണമെന്റിന് പറപ്പൂർ പഞ്ചായത്ത് മൈതാനത്ത് വ്യാഴാഴ്ച മുതൽ തുടക്കമാകും. വിദേശ താരങ്ങളടക്കം പ്രമുഖർ പങ്കെടുക്കുന്ന ടൂർണമെന്റിൽ 25 ടീമുകളാണ് മാറ്റുരയ്ക്കുക. കാൽപന്ത് കളിയുടെ തട്ടകത്തിൽ വീണ്ടും പന്തുരുളുമ്പോൾ പ്രതീക്ഷയിലാണ് സംഘാടകരും കായിക പ്രേമികളും. ടൂർണമെന്റിന്റെ ലാഭവിഹിതം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നൽകിവരുന്ന അൽ-അസ്ഹർ ക്ലബ്ബ് ഇത്തവണ മറ്റൊരു ചുവടുവയ്പിലേക്കാണ്. പറപ്പൂർ പഞ്ചായത്തിന് കീഴിലെ മൈതാനത്ത് ഇത്തവണ നടക്കുന്ന ടൂർണമെന്റിൽ ലഭിക്കുന്ന വിഹിതത്തിലൂടെ നിർധന കുടുംബത്തിന് വീട് വെച്ച് നൽകാനാണ് സംഘാടകരുടെ തീരുമാനം. 13ാം തവണയാണ് അൽ-അസ്ഹർ ടൂർണമെന്റ് ഒരുക്കുന്നത്. ഘാന, നൈജീരിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശ താരങ്ങളടക്കമുള്ള പ്രമുഖരാണ് ബൂട്ടണിയുന്നത്. ഒരുക്കങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞതായും പുതിയ ഒരു സംഭവത്തിന് തുടക്കമിടുന്നതോടെ പ്രതീക്ഷയിലാണ് തങ്ങളെന്നും ജനറൽ കൺവീനർ ഷഫീഖ് നടുത്തൊടി പറഞ്ഞു. 12 ടൂർണമെന്റുകൾ ഞങ്ങൾ പൂർത്തിയാക്കിയെങ്കിലും 13ാമത്തെ ടൂർണമെന്റിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഈ വർഷം മുതൽ ഒരു പ്രത്യേകത കൂടി ഈ അൽ-അസ്ഹർ സ്പോർട്സ് ക്ലബിന് പറയാനുണ്ട് നാട്ടുകാരോട്. ഇനി വരുന്ന ഓരോ വർഷവും ഓരോ വീട് ഞങ്ങൾ ഈ ടൂർണമെന്റിൽ നിന്ന് ലഭിക്കുന്ന ലാഭവും മറ്റും ചേർത്ത് ഞങ്ങൾ നിർമ്മിക്കും. അതാത് വർഷം ആ വർഷത്തിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം അതാത് വർഷത്തെ ഉദ്ഘാടന ദിവസം ഞങ്ങൾ നിർവഹിക്കുക എന്ന ഉത്തമ ദൌത്യം കൂടി ഈ വർഷം ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അത് ഈ വലിയ ലക്ഷ്യ സാധൂകരണത്തിന് ഞങ്ങൾ ഈ നാട്ടുകാരുടെയും മറ്റു ജനപ്രതിനിധികളെയും സഹായം അങ്ങേയറ്റം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ടൂർണമെന്റിന്റെ ഉദ്ഘാടനം ISL കമന്റേറ്റർ ഷൈജു ദാമോദരൻ നിർവഹിക്കും. 10,000 പേർക്ക് ഇരിക്കാവുന്ന തരത്തിലാണ് ഗാലറി സജ്ജമാക്കിയിരിക്കുന്നത്. ചെയർമാൻ റഷീദ് മാടക്കൻ, മൊയ്തീൻ കൊളപ്പള്ളി എന്നിവരുടെ നേതൃത്വത്തിലാണ് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത്. 13ാമത് അൽ-അസ്ഹർ ഫുട്ബോൾ ടൂർണമെന്റിന് 12-ന് പറപ്പൂരിൽ തുടക്കമാകുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളിലാണ് സംഘാടകർ. ഒരു നിർധന കുടുംബത്തിന് വീടെന്ന സ്വപ്നമാണ് കാൽപന്ത് കളിയിലൂടെ ഇവർ ലക്ഷ്യമിടുന്നത്. സൂര്യശങ്കർ, മലബാർ ടൈംസ്.